നമ്മളിപ്പോൾ ഉള്ളത് പോളണ്ടിലുള്ളൊരു വലിയൊരു ഫാർമേഴ്സ് മാർക്കറ്റിലാണ്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത്, ഈ ഒരു ഫാർമേഴ്സ് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. അപ്പം ഈ ഒരു മാർക്കറ്റിനെ പറ്റി, ഈ മാർക്കറ്റിലുള്ള സാധനങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയട്ടെ. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പോൾ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ജർമ്മനി ഫ്രം മലയാളി ഫ്രം ഡോയ്ച്ച്ലാൻഡ്. ഇതൊരു ഓപ്പൺ മാർക്കറ്റാണ്. ഹോളണ്ടിലുള്ള കെർക്രാഡെ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ഒരു മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ നെതർലാൻഡിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് കിട്ടുമെങ്കിലും സ്പെഷ്യലായിട്ടുള്ളത് ഫ്ലഷ് ആണ്. എല്ലാ തരത്തിലുമുള്ള മത്സ്യ മാംസാദികളുടെ ഒരു കലവറ തന്നെയാണ് ഈ മാർക്കറ്റ്. ഇത് മുഴുവൻ ക്യാൻഡീസാണ്. ഒരുപാട് വെറൈറ്റി ഉണ്ട്. യൂറോപ്പിൽ കിട്ടുന്ന ഒട്ടുമിക്ക മിഠായികളും ചോക്ലേറ്റുകളും ഇവിടെ ഉണ്ട്. അതിൻ്റെ പ്രൈസുകൾ അവരുടെ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ഭാഷ എന്ന് പറയുന്നത് ഡച്ചാണ്. അത് നമ്മുടെ ഡോയ്ച്ചുമായിട്ട് കുറച്ച് കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതൊരു ഡ്രസ്സിൻ്റെ ഷോപ്പാണ്. വിൻ്റർ ക്ലോത്തുകളൊക്കെ ഇവിടെ ഉണ്ട്. ഷോള്, ക്യാപ്പ്, ഗ്ലൗസുകളൊക്കെ നമുക്കിവിടെ വാങ്ങാൻ പറ്റും. ഇത് ഡ്രൈ നട്ട്സിൻ്റെ ഷോപ്പാണ്. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ വേറെ വേറെ കളറുകളൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ തോന്നും. വൗ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവേഴ്സ് മാർക്കറ്റാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ യൂറോപ്യൻസിൻ്റെ ലൈഫിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ കാര്യം പറയും കേട്ടോ. ഇവിടുന്ന് ഷോപ്പ് ചെയ്ത് പോകുന്ന മിക്കവരുടെ കയ്യിലും ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ടാകും കേട്ടോ. അത്രമാത്രം പ്രാധാന്യമുണ്ട് യൂറോപ്യൻസിന് പൂക്കളോട്. ഇത് ഈറ്റബിൾ ആയിട്ടുള്ള എന്തൊക്കെയോ ഐറ്റംസ് ആണ്. പ്രോൺസ്, ചില്ലി, സോസേജ്, സലാഡുകൾ, എന്തോ ക്രീം പോലത്തെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഒലിവ്സ്, അങ്ങനെ ഇവരുടേതായ തനതായ കുറച്ച് റെസിപ്പികളൊക്കെയാണ് ഈ ഒരു ഷോപ്പിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്. ഇനി നമുക്ക് ഈ മാർക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷനിലേക്ക് പോയാലോ? മത്സ്യങ്ങളുടെയും മാംസങ്ങളുടെയും വൈവിധ്യങ്ങൾ ഇവിടെ കാണാൻ കഴിയും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പല ടൈപ്പ് മീനുകളും ദേ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അത് കട്ട് ചെയ്തും മുഴുവനായിട്ടും പീസസ് ആയിട്ടും ഒക്കെ നമുക്ക് വാങ്ങാൻ കഴിയും. ഇത്തരത്തിലുള്ളൊരു ബൾക്കായിട്ടുള്ള ഫിഷ് മാർക്കറ്റ് ഞാൻ ജർമ്മനിയിൽ എങ്ങും കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ വരുന്ന ഒട്ടുമിക്ക ആളുകളും ജർമ്മനിയിൽ നിന്ന് ഇങ്ങനെ ഫിഷും ഫ്ലഷും വാങ്ങാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണെന്നുള്ളത് മറ്റൊരു കൗതുകകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമ്മളുടെ മാംസങ്ങളുടെ സെക്ഷനാണ്. ചിക്കൻ, മട്ടൻ, പോർക്ക്, ബീഫ് എന്ന് വേണ്ട ഒട്ടുമിക്ക എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. നമുക്കിവിടെ വളരെ അഫോർഡബിൾ ആയിട്ട് വാങ്ങാനും സാധിക്കും കേട്ടോ. ഓരോ പാർട്സിനും പല പല വിലകളായിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതുപോലെ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. നമുക്ക് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. എല്ലാ പാർട്സുകളും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാർട്സ് വാങ്ങുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇവരത് നമുക്ക് കുക്ക് ചെയ്തും തരും. ഞാനിവിടെ കണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഫിഷ് ആണെങ്കിലും ഫ്ലഷ് ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് എടുത്ത് നമുക്ക് മസാലയൊക്കെ ഇട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ഫ്രൈ ചെയ്ത് തരും. അങ്ങനെ ഇവിടെ നിന്ന് ഒരുപാട് പേര് ആ ഫുഡ് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ശരിക്കും ഫ്രഷും ആയിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. നന്നായിട്ടുണ്ട് ഇവരുടെ മസാല. എൻ്റെ പുറകിൽ കാണുന്നതാണ് കേട്ടോ പച്ചക്കറി മാർക്കറ്റ്. അത്യാവശ്യം എല്ലാ പച്ചക്കറികളുണ്ട്. കാണിച്ചു തരാമേ. ഇനി അങ്ങോട്ട് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. കുറേ ഷോപ്പുകളുണ്ട്. ഓരോന്നും ഗ്രേഡ് ചെയ്ത് പല പല വിലയ്ക്കാണ് ഇവർ ഓഫർ ചെയ്തേക്കുന്നത്.
Houden! Maar dan moet je nou wel een kanaal weten. Dan kun je dat terug zien. Hier op een keer. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേനും അവർക്ക് സന്തോഷമായി കേട്ടോ. അതാണ് അവരെന്നോട് സംസാരിച്ചത്. ഇത് കണ്ടോ, പലതരത്തിലുള്ള ടീ പൗഡറുകളാണ് ഇവിടെ അവർ വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. ഇതുകൂടാതെ ഈ ഒരു സെക്ഷൻ മുഴുവൻ മുട്ടകളുടെ സെക്ഷനാണ്. അതായത് നമുക്ക് നാടൻ കോഴിമുട്ട കിട്ടും, അല്ലാതെ ഏതൊക്കെ ബ്ലോക്ക്, അങ്ങനെ പലതരത്തിലുള്ള പല കളറിലുള്ള മുട്ട നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് നമ്മുടെ കോഴിമുട്ടയാണെങ്കിലും അതെ താറാമുട്ടയാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് ഈ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, നിങ്ങളീ കാണുന്നത് ഇറ്റലിയുടെ ഫ്ലാഗാണ്. അപ്പോൾ ഈ ഒരു ഷോപ്പ് ഇറ്റാലിയൻ ഫുഡുകൾ കിട്ടുന്നൊരു ഷോപ്പാണ്. ഇറ്റാലിയൻ പിസ്സ, അവരുടെ ബുട്ടർ, അതുപോലെ തന്നെ ചീസ്, അവരുടെ ഒരു ഒട്ടുമിക്ക റെസിപ്പികളും നമുക്കിവിടെ ലഭിക്കും. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സാധാരണ ഒരു മാർക്കറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ ബിസി ആയിട്ട് നിൽക്കുന്നൊരു മാർക്കറ്റാണ്. എന്താ സംസാരിക്കുന്നത് പക്ഷെ മനസ്സിലാകുന്നില്ല, ലാംഗ്വേജ് വ്യത്യാസമുള്ളതുകൊണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി ഉടനെ വരാം. ചാ ചാ.